കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. നമുക്ക് 12-ാധ്യായം 12-ാം അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ പറഞ്ഞുവല്ലോ നമ്മൾ മോസ്റ്റ്ലി ഒരു ദേവി മഹാത്മ്യത്തിൻ്റെ മാഹാത്മ്യവും ഫലശ്രുതിയാണ്. ഇത് വായിച്ചാൽ ഫലങ്ങളൊക്കെയാണ് ഇതിൽ ഇനി 2 അധ്യായങ്ങളിലൊക്കെ പറയണത്. ദേവി മഹാത്മ്യ സ്തോത്രത്തിൻ്റെ മാഹാത്മ്യവും പിന്നെ ദേവി മഹാത്മ്യം നമ്മൾ ദിവസേന വായിക്കും, അതിലത്തെ ശ്ലോകങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫലങ്ങൾ തരണതും ഒക്കെയാണ്. ഫലശ്രുതിയൊക്കെ സാധാരണ എല്ലാ പുരാണങ്ങളിലും പറയൂലോ, അതുപോലെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകം വായിക്കാം. ഏഭിസ്തവൈസ്തു മാം നിത്യം സ്തോഷ്യതേ യസ്സമാഹിത തസ്യാഹം സകലാബാധ ശമയിഷ്യാമ്യസംശയം. അപ്പോൾ യഹ സമാഹിതഃ ഏഭിസ്തവൈഃ, ആരാണ് ഈ ഒരു ഇപ്പം നമ്മൾ ചെയ്ത ഈ സ്തോത്രത്തിനെ അല്ലെങ്കിൽ സ്തവത്തിനെ മാം നിത്യം തു സ്തോഷ്യതേ, നല്ല ഭക്തിയോടു കൂടിയിട്ട് ഈ സ്തോത്രങ്ങൾ ചൊല്ലി എന്നെ ആര് നിത്യവും സ്തുതിക്കുന്നുവോ, ഏ സമാഹിതേഭിസ്തവൈ മാം നിത്യം തു സ്തോഷ്യതേ, ദിവസേന എന്നെ ഇങ്ങനെ സ്തുതിച്ച് ആരാണ് ഈ ഇതുവരെയുള്ള ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിലത്തെ സ്തുതികളെന്നാവും ചിലപ്പോൾ മീൻ ചെയ്യണം കേട്ടോ. കുറേ സ്തുതികളുണ്ടല്ലോ നമ്മൾ കണ്ടുല്ലോ, ആ സ്തുതികളൊക്കെ വെച്ച് ആരാണ് എന്നെ സ്തുതിക്കുന്നത്, തസ്യ സകലാ ബാധ അഹം ശമയിഷ്യാമി, അവന് ആ ആൾക്കുണ്ടാവുന്ന എല്ലാ ബാധകളെയും ആപത്തുകളെയും എന്നർത്ഥം ഞാൻ നശിപ്പിക്കും. അസംശയം, അതിന് യാതൊരു സംശയവുമില്ല. ദേവിയുടെ ഭഗവതിയുടെ ഇതാണ് എന്താ പറയുക, പ്രോമിസാണ് നമുക്ക് ഉള്ളത്. ഭഗവതി ഉറപ്പ് പറയാണ്, ഇതിലുള്ള സ്തുതികളൊക്കെ ആരാണ് നല്ല ഭക്തിയോടുകൂടി ഈ സ്തുതികളാൽ എന്നെ സ്തുതിക്കുന്നത്, അവരുടെ എല്ലാ ആപത്തുകളെയും ബാധകളെയും എല്ലാ ഉപദ്രവങ്ങളെയും ഞാൻ നശിപ്പിക്കും. അസംശയം, അതിന് യാതൊരു സംശയവുമില്ല. ഏഭിസ്തവൈസ്തു മാം നിത്യം സ്തോഷ്യതേ യസ്സമാഹിത തസ്യാഹം സകലാബാധ ശമയിഷ്യാമ്യസംശയം. സംശയമില്ലാന്ന്. ഇനി 2, 2, 3, 4 ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. മധുകൈടഭനാശം ച മഹിഷാസുരമർദ്ദനം കീർത്തയിഷ്യന്തി യേ തദ്വദ് വധം സുംഭനിസുംഭയോഃ അഷ്ടമ്യാം ച നവമ്യാം ച ചതുർദശ്യാം വിശേഷത ശ്രോഷ്യന്തി യേ ച വൈഭക്ത്യാ മമ മാഹാത്മ്യമുത്തമം ന തേഷാം ദുഷ്കൃതം കിഞ്ചിത് ദുഷ്കൃതോത്ഥ ന ചാപദ ഭവിഷ്യതി ന ദാരിദ്ര്യം ന ചൈവേഷ്ടവിയോജനം. ഇതെന്തൊക്കെയാണ് ഫലശ്രുതിയാണ് കേട്ടോ. യേ ഉത്തമം മമ മാഹാത്മ്യം കീർത്തയിഷ്യന്തി, ആരാണ് എൻ്റെ ഉത്തമമായിട്ടുള്ള ഈ ദേവി മാഹാത്മ്യ ചരിത്രം മുഴുവൻ ആരാണ് കീർത്തിക്കുന്നത്. അതായത് ഇത് മുഴുവൻ പറ്റില്ലെങ്കിൽ എങ്ങനെയാണ് 3 ദിവസം കൊണ്ടാണെന്നാണ് ആദ്യം പറഞ്ഞത്. എന്താ വെച്ചാൽ ഉത്തമം മഹാത്മ്യം കീർത്തയിഷ്യന്തി, ആർക്കാണോ എൻ്റെ ഈ ദേവി മഹാത്മ്യ ചരിത്രം അല്ലെങ്കിൽ ദേവിയുടെ ചരിത്രം മുഴുവൻ നിത്യവും കീർത്തിക്കുക, ഇത് മുഴുവനും ഈ നിത്യം കീർത്തിക്കാൻ പറ്റില്ല വെച്ചാൽ എങ്ങനെയാണ് 3 ദിവസം കൊണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ഇനി എന്താണോ എങ്ങനെയാണ്, മധുകൈടഭനാശം ച മഹിഷാസുരമർദ്ദനം, ഈ ആദ്യത്തെ കഥയാണല്ലോ മധുകൈടഭനാശം, അതും പിന്നെ 2ാമത്തെ മഹിഷാസുരമർദ്ദനവും തദ്വദ് സുംഭനിസുംഭയോഹോ വധം ച കീർത്തയിഷ്യന്തി. ഇനി അത് മുഴുവനും ഒരു ദിവസം പറ്റില്ല വെച്ചാൽ ദേവിയുടെ മധുകൈടഭ വധവും, അതായത് തമോ ഗുണം കൈക്കൊണ്ടിട്ട്
മധുകൈടഭനെ വധിച്ചതും, പിന്നെയോ രജോ ഗുണം എടുത്തിട്ട് മഹിഷാസുരനെ വധിച്ചതും, സത്വഗുണം സ്വീകരിച്ച് സുംഭനിസുംഭന്മാരെ വധിച്ചതും, ഇങ്ങനെ ഓരോന്നിനെയും ഓരോ ദിവസമായിട്ട് ആരാണ് കീർത്തിക്കണേ? അതാണ്. അതായത് അത്രയും പറ്റാത്തൊരിഞ്ഞി എന്താ? അഷ്ടമ്യാം ച നവമ്യാം ച ചതുർദശ്യാം വിശേഷത കീർത്തയിഷ്യന്തി. അഷ്ടമി, നവമി, ചതുർദശി എന്നീ പുണ്യ ദിനങ്ങളിൽ വിശേഷിച്ചും എന്നെ കീർത്തിക്കാൻ. ഇനി അതുമല്ലെങ്കിൽ ഏ ച വൈ ഭക്തിയ ശ്രോഷ്യന്തി. ഇനി തന്നെ വായിക്കാൻ വയ്യെങ്കിൽ ആരാണ് ഭക്തിയോട് കൂടി ഇത് കേൾക്കണത്? തേഷാം ദുഷ്കൃതം കിഞ്ചിൽ ന ഭവിഷ്യതി. അവർക്ക് യാതൊരാപത്തും യാതൊരു പാപം ഉണ്ടാവില്ല. ദുഷ്കൃതോത്ഥാഹ ആപദഃ ചാന്ന. പാപത്തിൻ്റെ ഫലമായിട്ട് വന്നു ചേരണ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കും. ദാരിദ്ര്യം ന ഭവിഷ്യതി. ദാരിദ്ര്യവും ഉണ്ടാവില്ല. ഇഷ്ടവിയോജനം ഏവാച ന ഭവിഷ്യതി. അതായത് ഇഷ്ടജനങ്ങളോട് വിയോഗവും സംഭവിക്കുന്നതല്ല എന്ന്. അതായത് എന്താട്ടോ ഈ 3 ശ്ലോകത്തിനും കൂടി പറഞ്ഞത് വെച്ചാൽ മധുകൈടഭനാശഞ്ച മഹിഷാസുര മർദ്ദനം അല്ലേ? കീർത്തയിഷ്യന്തിയെ തദ്വത് വധം സുംഭനിസുംഭയോഹോ. അതല്ലേ ആദ്യത്തെ? അതെ. പിന്നെ പറഞ്ഞു അഷ്ടമ്യാഞ്ച നവമ്യാഞ്ച. അതല്ലേ പിന്നെ നയത്ന തേഷാം ദുഷ്കൃതം. അപ്പോൾ 3 കൂടി നമ്മൾ അർത്ഥം പറയാച്ചാൽ ആരാണ് മധുകൈടഭ നാശത്തെയും മഹിഷാസുര വധത്തെയും അപ്രകാരം തന്നെ ഈ സുംഭനിസുംഭന്മാരുടെ വധത്തെയും കീർത്തിക്കുന്നുവോ? അതായത് തമോ ഗുണം എടുത്തിട്ട് മധുകൈടഭനെ വധിക്കുന്നതും, രജോ ഗുണം എടുത്തിട്ട് മഹിഷാസുരനെ വധിക്കുന്നതും, സത്വഗുണം സ്വീകരിച്ച് സുംഭനിസുംഭന്മാരെ വധിക്കുന്നതും ആരാണ് കീർത്തിക്കുന്നത്? അവർ ഏകാഗ്രചിത്തരായിട്ട് അഷ്ടമിയും ചതുർദശിയും നവമിയും ഒക്കെ എൻ്റെ ഈ ഉത്തമമായ മാഹാത്മ്യത്തെ ഭക്തിയോടുകൂടി കേട്ടാലും മതി. കേൾക്കുന്നുവോ അവർക്ക് ഒട്ടും പാപം ഉണ്ടാവുകയില്ല. പിന്നെയോ നമ്മൾ ചെയ്ത പാപത്തിൽ നിന്ന്, പാപം കാരണം നമുക്ക് അനുഭവിക്കുന്ന എല്ലാ ആപത്തുകളെയും ഭഗവതി അകറ്റി നമ്മളെ മോചിപ്പിക്കും. അതിന്നൊക്കെ മാത്രമല്ല അവർക്ക് ദാരിദ്ര്യവും ഇഷ്ടവിയോഗവും ഉണ്ടാവില്ല എന്നൊരു ഫലശ്രുതിയാണ് കേട്ടോ. അതൊക്കെ അത്ര പറഞ്ഞാൽ മതിയല്ലോ. മധുകൈടഭനാശഞ്ച മഹിഷാസുരമർദ്ദനം കീർത്തയിഷ്യന്തി യേ തദ്വത് വധം സുംഭനിസുംഭയോഹോ. അഷ്ടമ്യാം ച നവമ്യാം ച. വായിക്കാൻ പറ്റില്ല ച, കേട്ടാലും മതി. അഷ്ടമ്യാം ച നവമ്യാം ച ചതുർദശ്യാം വിശേഷത ശ്രോഷ്യന്തി. അതാണ്, കേട്ടാലും മതി. യേ ച വൈ ഭക്തിയ മമ മാഹാത്മ്യമുത്തമം. എൻ്റെ ഈ മാഹാത്മ്യം കേട്ടാലും മതി ഭക്തിയോടുകൂട്ട്. നതേതാം ദുഷ്കൃതം കിഞ്ചിൽ. എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദുഷ്കൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദുഷ്കൃതോത്ഥ ന ചാപദ. അതുകൊണ്ടുണ്ടാവണ ആപത്തു നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കും. അല്ലെങ്കിൽ ആപത്തുകളെ ദേവി അകറ്റും. ഭവിഷ്യതി ന ദാരിദ്ര്യം. ദാരിദ്ര്യം ഉണ്ടാവില്ല. ന ചൈവ ഇഷ്ടവിയോജനം. ഇഷ്ടവിയോജനം, നമുക്ക് പ്രിയപ്പെട്ടവരുടെ വിരഹം അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുന്നതും ഭഗവതി തടയും. ഇനി ന ശത്രുതോ ഭയം ദസ്യ. 5-ാമത്തെ ട്ടോ. ദസ്യുതോ വാ ന രാജത ന ശസ്ത്രാനലതോയൗഖാദ് കദാചിൽ സംഭവിഷ്യതി തസ്യ ശത്രുതഃ ഭയം ന. ഇത് നമ്മൾ ഈ ദേവമാഹാത്മ്യം വായിച്ചാൽ, കീർത്തിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നവന്, ശുശ്രുതോ എന്താ, സ്വയം ദേവമാഹാത്മ്യം വായിക്കുകയോ അല്ലെങ്കിൽ വായിക്കുന്നത് കേൾക്കുകയോ ചെയ്യുന്നവന് ശത്രുക്കളിൽ നിന്നും ഭയം ഉണ്ടാകുകയില്ല. ശത്രുതാ ഭയം നഹ. പിന്നെയോ ദസ്യുതഃ വാന. ദസ്യുതോ വാന രാജതഃ. അതായത് കൊള്ളക്കാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാവില്ല. പിന്നെയോ രാജതഃ ന. രാജാക്കന്മാരിൽ നിന്നും ശിക്ഷയൊന്നും പേടിക്കണ്ടെന്ന്. രാജാക്കന്മാരിൽ നിന്നും ഭയമുണ്ടാവുകയില്ല. ശസ്ത്രാനല തോയൗഖാദ് ഭയം കദാചിൽ ന സംഭവിഷ്യതി. മാത്രമല്ല ആയുധം, ശസ്ത്രം, എന്ത് ആയുധത്തിൽ നിന്നോ, ആയുധം കൊണ്ടോ, നമുക്ക് അഗ്നി കൊണ്ടോ അല്ലെങ്കിൽ
പിന്നെ ഇപ്പം പ്രളയം അങ്ങനത്തെയൊക്കെ ജലത്തിൻ്റെ ഇതുകൊണ്ട് ജലപ്രവാഹം കൊണ്ട് അല്ലെങ്കിൽ പ്രളയം കൊണ്ടോ ഒന്നുള്ള, അതായത് ഈ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ആപത്തുകളും ഒന്നും നമുക്കുണ്ടാവില്ല. ഇത് വായിക്കണത് ഭക്തിയോട് കൂടി ശ്രവിക്കുക ചെയ്യണവർക്ക് ശത്രുക്കളിൽ നിന്നും, കള്ളന്മാരിൽ നിന്നും, രാജാക്കന്മാരിൽ നിന്നും, പിന്നെയോ ആയുധങ്ങളിൽ നിന്നും, അഗ്നി, ജലം എന്നിവയിൽ നിന്നും ഉള്ള ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ദേവി അതിന്നൊക്കെ എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കും. ഏത് പ്രകാരത്തിലുള്ള ആപത്ത്, ശത്രുക്കളിൽ നിന്നാണെങ്കിലും കള്ളന്മാരിൽ നിന്നാണെങ്കിലും രാജാക്കന്മാർ നമ്മളെ ശിക്ഷിക്കുക അങ്ങനെയാവാലോ, അതിൽ നിന്നാണെങ്കിലും ആയുധങ്ങൾ വെച്ചിട്ട് നമ്മളെ വല്ലവരും ഉപദ്രവിക്കുക അതിൽ നിന്നാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള കലാമിറ്റീസ് ഉണ്ടല്ലോ, അഗ്നി, സ്വന്തം വീട് തീ പിടിക്കുക അല്ലെങ്കിൽ കാട്ടുതീ എന്നൊക്കെ, അങ്ങനെയൊക്കെ ഇവിടെയൊക്കെ എപ്പോഴും കാട്ടുതീ കൊണ്ട് അനവധി വീട് കത്താക്കണ്ടേ, അങ്ങനത്തെ നാച്ചുറൽ കലാമിറ്റീസ് നിന്നും, പിന്നെ ഇപ്പോൾ പ്രളയം, വല്ലാതെ മഴ പെയ്തു, വെള്ളം കയറി, അങ്ങനെ എല്ലാതരം ആപത്തുകളിൽ നിന്ന് ദേവി രക്ഷിക്കുന്നു. ന ശത്രുതോ ഭയം ദസ്യുതോ വാ ന രാജത ന ശസ്ത്രാനല തോയൗഖ കഥാചിത് സംഭവിഷ്യതി. അനൽ പറഞ്ഞാൽ അഗ്നിയാണല്ലോ, തോയം പറഞ്ഞാൽ വെള്ളം, അതിനൊക്കെ നമുക്ക് രക്ഷ കിട്ടും. തസ്മാൻ മമൈതന്മാഹാത്മ്യം പഠിതവ്യം സമാഹിതൈഃ ശ്രോതവ്യം ച സദാ ഭക്ത്യാ പരം സ്വസ്ത്യയനം മഹത്. തസ്മാത് മമ ഏതത് മാഹാത്മ്യം, എൻ്റെ ഈ മാഹാത്മ്യം സമാഹിതൈഃ പഠിതവ്യം, അതുകൊണ്ട് എൻ്റെ ഈ ദേവി മാഹാത്മ്യം ഇപ്പോൾ നിങ്ങൾ വായിച്ചില്ല, അത് വളരെ ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി വേണം നമ്മൾ വായിക്കാൻ, ഭക്തിയോടും ശ്രദ്ധയോടും എന്നർത്ഥം, ശ്രദ്ധയോടുകൂടി വായിക്കണം. സദാ ഭക്തിയ ശ്രോതവ്യം ച, ഇനി വായിക്കുകയല്ല വെച്ചാൽ ഭക്തിയോടുകൂടി അത് ശ്രവിക്കണം. കേൾക്കുമ്പോഴും അതെ, നല്ല ഭക്തിയോടുകൂടി ഏകാഗ്ര മനസ്സോടുകൂടി കേൾക്കണം. അങ്ങനെ കേൾക്കേ ചെയ്താൽ പരം സ്വസ്ത്യയനം, അത്യന്തം മംഗളങ്ങൾ മാത്രം നമുക്ക് ഭവിക്കും എന്ന് പറഞ്ഞാൽ അത്ര മംഗളകരാണെന്ന്. മഹത്ത് മാത്രമല്ല, അത്ര മഹത്താണ്, മീൻസ് എന്താ, അത്ര മാഹാത്മ്യം ഉള്ള ഒരു ചരിത്രമാണ് എൻ്റെ ഈ ചരിത്രം. അത് ഭക്തിയോടും ഏകാഗ്രമായ മനസ്സോടും ആരാണ് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യണ അവർക്ക് പരമമംഗളം തന്നെ ഉണ്ടാവും എന്നാണ്. തസ്മാൻ മമൈതന്മാഹാത്മ്യം പഠിതവ്യം സമാഹിതൈഃ ശ്രോതവ്യം ച സദാ ഭക്ത്യാ പരം സ്വസ്ത്യയനം മഹൽ. സ്വസ്തി എന്ന് പറഞ്ഞാൽ മംഗളം തന്നെ സംഭവിക്കും എപ്പോഴും. പിന്നെയോ ഉപസർഗാനശേഷാംസ്തു മഹാമാരീ സമുദ്ഭവാൻ തഥാ ത്രിവിധമുത്പാദം മാഹാത്മ്യം ശമയൻ മമ. മമ മാഹാത്മ്യം, എൻ്റെ ഈ ചരിത്രം ഉണ്ടല്ലോ, മഹത്തായിട്ടുള്ള ഈ ചരിത്രം, മഹാമാരീ അതായത് മഹാമാരി ദേവതയിൽ നിന്നുണ്ടാകുന്ന എന്ത് അശേഷാനുപസർഗാൻ തു ശമയേത്, സകല ഉപദ്രവങ്ങളെയും നശിപ്പിക്കുന്നതാകുന്നു. അതായത് തഥാ ത്രിവിധം ഉത്പാദം മമ മാഹാത്മ്യം ശമയേത്, അതുപോലെ തന്നെ 3 തരത്തിലുള്ള പിന്നെ ആപത്തുകളെയും ദുർനിമിത്തങ്ങളെയും എൻ്റെ ഈ മാഹാത്മ്യം ശമിപ്പിക്കും. അതായത് നമ്മുടെ താപങ്ങളെ 3 താപത്രയങ്ങളെ, ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നിങ്ങനെയുള്ള എല്ലാ താപങ്ങളെയും ഭഗവതിയുടെ ഈ ചരിത്രം വായിച്ചാൽ നമുക്ക് ശമനം ഉണ്ടാവുന്ന. അതായത് 3 തരം, അതങ്ങനെയാണല്ലോ, ത്രിവിധമാണല്ലോ താപം. ഈ വക ത്രിവിധമായിട്ടുള്ള താപത്രയങ്ങളെയും, അതായത് 3 തരത്തിലുള്ള താപങ്ങളെയും ഇത് ഭഗവതിയുടെ മാഹാത്മ്യം പിന്നെ എന്താണ് വായിക്കുകയോ ചെയ്താൽ നമുക്ക് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മോചനം ഉണ്ടാവും എന്ന് പറയണം. മഹാമാരി ദേവത, അതായത് ഈ പിന്നെ മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാവും. എപ്പോഴും ഭഗവതി പ്രാർത്ഥിച്ചാൽ നമ്മൾ പറയുമല്ലോ അല്ലേ,
എല്ലാ രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ. അതാണ് എല്ലാ തരത്തിലുള്ള ഇപ്പോൾ ഈ കോവിഡ് പോലെയൊക്കെയുള്ള അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പകർച്ചരോഗങ്ങൾ, അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും. പിന്നെയോ നമ്മളുടെ ഏത് തരത്തിലുള്ള താപവും, അതായത് ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന വിഷമങ്ങൾ വേറൊരാൾ നമ്മളിൽ ഏൽപ്പിക്കുകയല്ല. നമ്മുടെ ദേഹത്തു നിന്നോ മനസ്സിൽ നിന്നോ ഉണ്ടാകുന്ന ഇപ്പോൾ പനിയോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ചിലർക്ക് സുഖമില്ല, അതൊക്കെ വേറൊരാളെ ഏൽപ്പിക്കണതല്ലോ, അത് ആധ്യാത്മികം. പിന്നെ ആദിഭൗതികം എന്ന് പറഞ്ഞാൽ വേറൊരാളെ പുറത്തുനിന്ന് നമ്മൾക്ക് ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ. ആദിദൈവികം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിയിലത്തെ ക്ഷോഭങ്ങളൊക്കെ. അപ്പോൾ ഏത് തരത്തിലുള്ള ഈ 3 തരത്തിലുള്ള താപങ്ങളെയും ഭഗവതി അകറ്റും. ഉപസർഗാന ശേഷാംസ്തു മഹാമാരി സമുദ്ഭവാൻ, മഹാരോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. തഥാ ത്രിവിധമുത്പാദം മാഹാത്മ്യം ശമയൻ മമ. ത്രിവിധമുത്പാദം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായിട്ടുള്ള ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ ആപത്തുകളെയും ശമിപ്പിക്കും. പിന്നെയോ വെളിച്ചം കുറവാണ്, ലൈറ്റ് ഇട്ടത്. എത്ര ഇതത് പഠ്യതേ സമ്യഗ് നിത്യമായ തനേ മമ സ്ഥാനം തം ന വിമോക്ഷ്യാമി സാന്നിധ്യം തത്ര മേ സ്ഥിതം. ഈ എന്താ പറയണേ? എത്ര ആയതനേ മമ ഏതത് മാഹാത്മ്യം നിത്യം സമ്യക് പഠ്യതേ. എവിടെയാണ്, ഏതൊരു ഗൃഹത്തിലാണോ എൻ്റെ ഈ മാഹാത്മ്യം നിത്യവും പഠിക്കുന്ന പറഞ്ഞാൽ നിത്യവും ഭക്തിയോടെ വായിക്കുന്നത് അല്ലെങ്കിൽ പാരായണം ചെയ്യപ്പെടുന്നത്, തത് സ്ഥാനം ന വിമോക്ഷ്യാമി, ഞാൻ അവിടം വിട്ട് ഞാൻ പോവില്ല. തത്രമേ സാന്നിധ്യം സ്ഥിരം, അവിടെ എൻ്റെ സാന്നിധ്യം സ്ഥിരമായിട്ടുണ്ടായിരിക്കുന്നു. അതായത് ഏത് ഗൃഹത്തിലാണ് ഈ ദൈവമാഹാത്മ്യം എന്നും ഭക്തിയോടുകൂടി പാരായണം ചെയ്യപ്പെടുന്നത്, അവിടെ നിന്ന് ഞാൻ ഒരിക്കലും വിട്ടുപോവില്ല. ആ ഗൃഹത്തിൽ എൻ്റെ സാന്നിധ്യം സ്ഥിരമായിട്ട് ഉണ്ടാകും എന്ന് പറയുകയാണ്. ഭഗവതര സാന്നിധ്യം പിന്നെന്താ വേണ്ട അല്ലേ? ഭഗവതര സാന്നിധ്യം ഉണ്ടായാൽ എല്ലാം ആയില്ലേ പിന്നെ നമുക്ക്. അതാണ്, അതായത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും നമുക്കതിനെ ഉണർത്തേണ്ടി വരും. ഭഗവതിയാണെങ്കിലും ഭഗവാനാണെങ്കിലും ഈശ്വര സാന്നിധ്യത്തിനെ അവിടെ ഉണ്ടെങ്കിലും നമുക്കതിനെ ഇതുപോലെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ അത് വളരെയധികം നമ്മളതിനാണല്ലോ പറയുക, ഇങ്ങനെ പിന്നെ നമ്മൾ ആവാഹനം ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഉണർത്തുകയാണ് ആ ശക്തി. അപ്പം നമുക്കത് ആ സാന്നിധ്യം എപ്പോഴും അനുഭവപ്പെടും. ആ സാന്നിധ്യത്തിൽ എല്ലാ മംഗളങ്ങളും ഉണ്ടാവും. അതിപ്പോൾ ആരെ പ്രാർത്ഥിച്ചിട്ടാണെങ്കിലും ഏകാഗ്ര മനസ്സോടെ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് നമുക്ക് അനുഭവമാവും, എപ്പോഴും സാന്നിധ്യം ഉണ്ടാവും. എത്ര ഇതത് പഠ്യതേ സമ്യക് നിത്യമായതനേ മമ സ്ഥാനം തന്ന വിമോക്ഷ്യാമി, ഞാൻ അവിടുന്ന് പോവില്ല, സ്നേഹത്തോടു കൂടി എന്നെ സ്തുതിക്കണോടത്തുനിന്ന്. സാന്നിധ്യം തത്രമേ സ്ഥിരം ബലിപ്രദാനേ പൂജായാം അഗ്നികാര്യേ മഹോത്സവേ സർവം മമൈതച്ചരിതം ഉച്ചാര്യം ശ്രാവ്യമേവ ച. പിന്നെയോ ബലിപ്രദാനേ, അതായത് ദുർഗാബലി, പിന്നെ അതായത് ദുർഗയ്ക്ക് പൂജ കൊടുക്കണതും പൂജ ചെയ്യുക മുതലായ എല്ലാ അവസരങ്ങളിലും പൂജാ സമയത്തും പൂജായാം അഗ്നികാര്യേ, അതായത് എല്ലാ ഹോമങ്ങളൊക്കെ ചണ്ഡി ഹോമമൊക്കെ ചെയ്യുമല്ലോ, അങ്ങനത്തെ ഹോമങ്ങൾ ചെയ്യുമ്പോഴും അഗ്നികാര്യേ മഹോത്സവേ, അങ്ങനെയുള്ള ഉത്സവക്കാലത്തും ദേവിക്കുള്ള ഉത്സവക്കാലത്തും സർവം മമൈത ചരിതം ഉച്ചാര്യം ശ്രാവ്യമേവ ച, അപ്പോഴൊക്കെ എൻ്റെ ഈ ചരിതം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യേണ്ടതാണെന്ന്. അതായത് ഇപ്പം നമ്മൾ ദുർഗയ്ക്ക് പൂജ നടത്തുമ്പോഴും ഇപ്പം നമ്മൾ ഭഗവത് സേവയൊക്കെ നടത്തുമല്ലോ, കേരളത്തിലത് പ്രധാനമാണല്ലോ. ഭഗവത് സേവ നടത്തുമ്പോഴും വേറെ എന്ത് ദുർഗാപൂജ ചെയ്യുമ്പോഴും ദുർഗാ ഭഗവതിക്ക് ഹോമം നടത്തുമ്പോഴും പിന്നെ ഉത്സവം ഉണ്ടാവും, ഉത്സവക്കാലമൊക്കെ അമ്പലങ്ങളിലും പിന്നെ ഒക്കെ ഉത്സവങ്ങൾ നടത്തില്ലേ, ആ കാലത്തുമൊക്കെ ഈ ദൈവമാഹാത്മ്യം ദിവസേന കീർത്തിക്കണതും പാരായണം ചെയ്യണതും അല്ലെങ്കിൽ അത് ശ്രവിച്ചാലും മതി ഭക്തിയോട് കൂടി
അത് വളരെ മംഗളകരമാണ്, അത് ചെയ്യേണ്ടതാണ് എന്ന് പറയുകയാണ്. ബലി അതായത് പൂജാ സമയത്തും ഇപ്പം നമ്മൾക്ക് എന്താണ് ഈ എന്താ പറയുക, ഭഗവത് സേവയാണെങ്കിൽ അതാണെങ്കിൽ, അല്ലെങ്കിൽ ദുർഗാപൂജയാണെങ്കിൽ ഉത്സവകാലത്തൊക്കെ ദൈവമാഹാത്മ്യം വായിക്കുന്നത് വളരെ വിശേഷമാണെന്ന്. ബലിപ്രധാനേ പൂജായാം അഗ്നികാര്യേ മഹോത്സവേ സർവം മമൈതച്ചരിതമുച്ചാര്യം ശ്രാവ്യമേവ ച. പിന്നെയോ ജാനതാവാപി ബലിപൂജം തഥാ കൃതം സമ്പ്രതീക്ഷ്യമഹം പ്രീത്യ വന്യഹോമം തഥാ കൃതം. ഓക്കെ. ജാനത അജാനതാവാപി എന്നാണ്. ജാനത അജാനതാവാ അപി, അതായത് ഇതിനൊക്കെ അറിഞ്ഞോ അറിയാതെയോ ആയാലും എന്ത് തഥാകൃതാം ബലിപൂജാം അഹം പ്രീത്യ സമ്പ്രതീച്ചതി. ഇപ്പം ഈ ദിവ്യദേവത അതിനെയൊക്കെ പറ്റിയിട്ട് അറിഞ്ഞോ അറിയാതെയോ ആവട്ടെ, സാരില്ല, എൻ്റെ ഈ ചരിത്രം മാഹാത്മ്യം അല്ലെങ്കിൽ ചരിത്രം ദേവി മാഹാത്മ്യം പാരായണത്തോടു കൂടി ചെയ്യുന്ന എല്ലാ പൂജയും ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന. അതായത് അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പൂജയിലും നിങ്ങൾ ഈ ദൈവമാഹാത്മ്യം പാരായണം ചെയ്താൽ എന്നെ പ്രസാദിപ്പിക്കും. തഥാകൃതം വന്യഹോമം പ്രീത്യ സമ്പ്രതീക്ഷ്യാമി. അതായത് എൻ്റെ ദൈവമാഹാത്മ്യം, ഈ മാഹാത്മ്യം കീർത്തിച്ചുകൊണ്ട് ആരാണ് ഹോമം ചെയ്യണേ, അവരുടെ പൂജയെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കണമെന്ന്. അതായത് ഇപ്പം ഇപ്പം അർത്ഥമൊക്കെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സാരില്ല, പൂജയുടെ സമയത്ത് ഭക്തിയോടും ഏകാഗ്ര മനസ്സോടും ശ്രദ്ധയോടും ഈ ദൈവമാഹാത്മ്യം ചൊല്ലിയാൽ അവരുടെ പ്രാർത്ഥന ഞാൻ വളരെ സന്തോഷമായിട്ട് സ്വീകരിക്കും. ഈവൻ ഹോമത്തിൻ്റെ സമയത്തും പ്രത്യേകം പറഞ്ഞു, ഹോമത്തിൻ്റെ സമയത്തും ആരാണ് ഏകാഗ്ര മനസ്സോടെയും ഭക്തിയോടെയും ശ്രദ്ധയോടെയും ഈ പാരായണം അർത്ഥമൊന്നും അറിഞ്ഞിട്ടോ അറിയാണ്ടേ ആണെങ്കിലും ഏത് പ്രകാരത്തിലാണെങ്കിലും ഭക്തിയോടെയും ശ്രദ്ധയോടെയും ആരാണ് ഈ ദൈവമാഹാത്മ്യം പ്രകീർത്തിക്കുന്നത്, അവരിൽ ഞാൻ പ്രസാദിക്കും എന്ന് പറയണം ദേവി. ജാനതാവാപി ബലിപൂജാം തഥാ കൃതം സമ്പ്രതീച്ഛാമ്യഹം പ്രീത്യ എന്ന് പറഞ്ഞു, പ്രസാദിക്കും. വന്യഹോമം തഥാ കൃതം ശരത്കാലേ ച യാ പൂജ ക്രിയതേ യാ ച വാർഷികി തസ്യാം മമൈതന്മാഹാത്മ്യം ശ്രുത്വാ ഭക്തിസമന്വിതഃ സർവബാധാ വിനിർമുക്തോ ധനധാന്യസമന്വിത മനുഷ്യോ മത്പ്രസാദേന ഭവിഷ്യതി ന സംശയ. പല ശ്രുതി തന്നെയാണ്. എന്താ പറയണേ? ശരൽക്കാലേ ച യാ പൂജ ക്രിയതേ, ശരൽക്കാലത്തിൽ ചെയ്യുന്ന പൂജയുടെ അവസരത്തിലും, അതായത് നമ്മൾ നവരാത്രിയൊക്കെ ശരൽക്കാലത്തല്ലേ, നവരാത്രി പൂജാ അവസരത്തിലും നമുക്ക് നവരാത്രി എന്ന് പറയാം. യാച വാർഷികി, വർഷക്കാലത്ത് ചെയ്യുന്നതിലും, പിന്നെന്താണ് തസ്യം ക്രിയതേ ച വാർഷികിം. പിന്നെ ഈ നമ്മൾ നവമിക്കൊക്കെ ചെയ്യുമല്ലോ, ചെയ്യുന്ന പൂജാ സമയത്തും തസ്യം മമ ഏതത് മാഹാത്മ്യം, അതായത് നവരാത്രി കാലത്തൊക്കെ വസന്ത നവരാത്രിക്കും ആവാം, ആരാണ് തസ്യം മമ ഏതത് മഹാത്മ്യം ഭക്തിസമന്വിതഃ ശ്രുത്വ മനുഷ്യ, അതായത് ആരാണ് ഈ വസന്ത നവരാത്രിയും ശരത് നവരാത്രിയിലും അല്ലെങ്കിൽ എല്ലാ പൂജാ സമയത്തും ആരാണ് ഭക്തിയോടുകൂടി ഇത് പാരായണം ചെയ്യണത്, മനുഷ്യ മത് പ്രസാദേന സർവബാധ വിനിർമുക്ത, അവർ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മുക്തനായിട്ട്, പിന്നെയോ അത് മാത്രമല്ല ഒരു ആപത്തും ബാധ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ധനധാന്യ സമന്വിത ഭവിഷ്യതി, ധനധാന്യ സമ്പന്നരായിത്തീരും ന സംശയ, ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന്. അപ്പോൾ ഈ രണ്ട് ശ്ലോകത്തിൽ എന്താ പറഞ്ഞു വെച്ചാൽ, ഈ വസന്ത നവരാത്രിക്കും സാധാരണ നമ്മുടെ നവരാത്രിക്കും ഒക്കെ എൻ്റെ ഈ മാഹാത്മ്യം ഭക്തിയോടുകൂടി പാരായണം ചെയ്താൽ ഞാൻ അവരെ സർവ്വബാധകളിൽ നിന്ന് മോചിപ്പിക്കുന്ന മാത്രമല്ല ധനധാന്യങ്ങൾ അവർക്ക്
ധാരാളം ഉണ്ടായി. അവർ ധനധാന്യ ത്തോടുകൂടി സമ്പന്നരായിട്ട് എൻ്റെ പ്രസാദം കൊണ്ട് അവരെന്നും നല്ല ഒരു മംഗളകരമായ ജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കുന്നുള്ളത് ഞാൻ നിസ്സംശയം ഇതാ പറയണു എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അതായത് ഫലശ്രുതി തന്നെയാണ് ഇത്. എല്ലാ പൂജയുടെ കാലത്തും നവരാത്രി കാലത്ത് പ്രത്യേകിച്ച് വളരെ വിശേഷമാണെന്ന് പറയുകയാണ്. ഇത് ചെല്ലേ, അതായത് നമ്മൾ തന്നെ പാരായണം ചെയ്യേ, ഭക്തിയോടും ഏകാഗ്രമനസ്സോടും കൂടി ശ്രദ്ധയോടും ശ്രവിക്കുകയും ചെയ്താൽ അവരെ സകല ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ മുക്തനാക്കും എന്ന് മാത്രമല്ല ധനധാന്യ സമ്പന്നരായി അവർ തീരും. ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഞാൻ ആ 2 ശ്ലോകം കൂടി വായിച്ച് നിർത്താം. ശരത്കാലേ ചയാ പൂജ ക്രിയതേയാ ച വാർഷികി തസ്യമ്മമൈതന്മാഹാത്മ്യം ശ്രുത്വാ ഭക്തി സമന്വിത സർവബാധാ വിനിർമുക്തോ ധനധാന്യ സമന്വിത മനുഷ്യോ മത്പ്രസാദേന ഭവിഷ്യതി ന സംശയ. അതായത് വർഷക്കാലത്തെന്ന് പറയണ്ടേ, നോക്കൂ, ശരൽക്കാലത്തും വാർഷികി പറയണ്ടല്ലോ, വർഷക്കാലത്തും ഒക്കെ എപ്പം ചെയ്യണ പൂജയിലെന്നർത്ഥം ചുരുക്കം. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ. ഗുരുവായൂരപ്പാ ശരണം.